ഹായ് ഗൈസ്, ഇത് കൊച്ചിയാണ്. ഞാനിങ്ങനെ ഷെമിമോനാണ്. ഇവിടെ കുറേ ആളുകൾ ഇന്ന് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ എന്നെ കാണാൻ വേണ്ടി വന്ന് നിൽക്കണമല്ല, കുറച്ച് സാധനങ്ങൾ ഈ കടയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇതാണ് ആ സാധനങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയേക്കുന്നത് നമ്മളൊരു റൈഡ് പോകുന്നുണ്ട്, ഒരു റിവ്യൂ വീഡിയോ ചെയ്യാനുമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വണ്ടികളുടെ ഓണറെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് കവാസാക്കി C900, അതിൻ്റെ ഓണർ വർഗീസ്. പിന്നെ ഇത് ഹയാബൂസ, നമ്മുടെ സ്വന്തം നെയിം ബ്രോ. അപ്പോൾ ഇത് നമ്മുടെ ഇർഷാദ്, നമ്മുടെ സ്വന്തം വണ്ടിയാണ്, നമ്മുടെ ചങ്കാണ്. അപ്പോൾ അതാണ് ഇർഷാദ്. പിന്നെ ഇത് ഫിറോസ് മൂക്കുമ്മൽ, മലപ്പുറത്തെ വലിയ ആളാണ്, കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഫിറോസ് മൂക്കുമ്മൽ. പിന്നെ ഇത് നമ്മുടെ കൂടെ വന്നേക്കണ ഇസാക്കാണ്. ഇസാക്കിൻ്റെ ബൈക്ക് വർക്ക്ഷോപ്പിൽ കയറ്റിയേക്കണേണ്, അത് കാരണം പുള്ളി ഈ വണ്ടിയിൽ വന്നു. പിന്നെ അതേപോലെ തന്നെ ഉള്ളത് ട്രയംഫ് ബിനു. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഒരുപാട് വണ്ടികൾ പരിചയപ്പെട്ട്, പക്ഷേ ഇതൊന്നും അല്ലട്ടെ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത്. റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞേക്കണ വണ്ടിയാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത്. എനിക്ക് പേഴ്സണൽ മെസ്സേജും അതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ, അതായത് യൂത്തന്മാരുടെ മനസ്സിലും അതേപോലെ പെൺകുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം ഞാൻ മച്ചാനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേണ്. ഇപ്പം മച്ചാൻ ഇപ്പോൾ വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ ഞാൻ അന്വേഷിച്ചിരുന്നു. കാരണം BMW S1000 RR എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്തുണ്ട്. പക്ഷേ ഇത് പ്രോ എഡിഷനാണ്. പ്രോ എഡിഷൻ ഞാൻ ചെക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറേ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഞാൻ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് വണ്ടി ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് സന്ദീപ് ബ്രോ നമ്മുടെ ഹാവോക്ക് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ ബൈക്കേഴ്സ് ഗ്രൂപ്പിലുള്ളതാണ്. അങ്ങനെ ഞാൻ പുള്ളീനെ കണ്ടുമുട്ടണതും പുള്ളീൻ്റെ അടുത്ത് ചോദിക്കണതും. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്ളോഗൊക്കെ കണ്ടിട്ട് പുള്ളി ഹാപ്പിയാണ്, വണ്ടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നാണ് ഇപ്പോൾ നമുക്കൊരു അവസരം കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ വണ്ടീനെ കുറിച്ച്, അതായത് വണ്ടിയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പുള്ളീൻ്റെ അടുത്ത് പുള്ളിയുടെ എക്സ്പീരിയൻസ് ചോദിക്കുക. അതായത് കുറേ ഗുഡായിട്ടുള്ളതും ബാഡായിട്ടുള്ള എക്സ്പീരിയൻസിലാണ് എല്ലാവരുടെ അടുത്ത് ചോദിക്കണ പോലെ തന്നെ ഈ വണ്ടിയുടെ നമുക്ക് പുള്ളീൻ്റെ അടുത്ത് ചോദിക്കാം. ബ്രോ അപ്പോൾ പറയൂ, എന്താണ് ബ്രോന് ഗുഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്താണ് ഈ വണ്ടി കൊണ്ടിട്ട്? എനിക്കറിയില്ല എത്ര പേര് ഒരു 24 മണിക്കൂർ ഒരു സൂപ്പർ ബൈക്കിൽ ഓടിച്ചു, അതും സ്പോർട്സ് വേർഷൻ മോഡിൽ. ഞാൻ 24 മണിക്കൂർ ഓടിച്ചിട്ടുണ്ട്. ഐ സ്റ്റിൽ ഹാവൻ ഫൗണ്ട് എനി പ്രോബ്ലം വിത്ത് ദ എൻജിൻ. ആസ് ഫാർ എസ് ഹീറ്റിംഗ് ഇഷ്യൂ ഇസ് കൺസേൺ, ട്രാഫിക്കിൽ ഒബ്വിയസ്ലി ഒരു 500cc പ്ലസ് ആണെങ്കിൽ ഒബ്വിയസ്ലി 300cc ഒരു ബുള്ളറ്റ് ആണെങ്കിലും നല്ല ഹീറ്റിംഗ് ഇഷ്യൂടെ ഒരു പ്രശ്നമൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതനുസരിച്ചിട്ട് പിന്നെ വേറെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ വേറെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ട്രാഫിക്കിലെ സഡൻ പാനിക് ബ്രേക്കിംഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും സഡൻലി എൻജിൻ സ്റ്റോപ്പ്, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് BMW ബൈക്ക്. ആൻഡ് സോ ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ വണ്ടി 24 മണിക്കൂർ പുള്ളി ഓടിക്കണ ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വർക്ക് ചെയ്യണ ബോംബെയിലാണ്, ഈ വണ്ടി എടുത്തേക്കണതും ബോംബെന്നാണ്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് കേരളം വരെ, അതായത് നമ്മുടെ എറണാകുളം ആലുവ ദേശം വരെ പുള്ളി ഈ ബൈക്ക് ഡ്രൈവ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഇതേപോലത്തെ ഒരു ഹൈപ്പർ സ്പോർട്ട് ബൈക്ക് അത്രയും ദൂരം ഓടിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അമേസിങ്. പിന്നെ അതേപോലെ തന്നെ പുള്ളി പറഞ്ഞ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സ്പീഡിൽ പോയി പെട്ടെന്നൊരു വണ്ടി ക്രോസൊക്കെ വന്നു കഴിഞ്ഞാൽ പാനിക് ബ്രേക്കിംഗ് ചെയ്താൽ ഈ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും. അത് BMW-നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് ബ്രോന് തോന്നിയേക്കുന്നത്? ഹീറ്റിംഗ് എങ്ങനെയൊക്കെയുണ്ട്? ഹീറ്റിംഗ് ഉണ്ടോ വണ്ടി? ട്രാഫിക്കിലാണെങ്കിൽ പെട്ടെന്ന് ചൂടായി പോകും. കാരണം അത് മുമ്പിൽ ട്രാഫിക്കൊക്കെ ഉണ്ടായിങ്ങനെ വണ്ടി മുമ്പിൽ പോയില്ലെങ്കിൽ അത് കൂളിംഗ് റേഡിയേറ്റർ സ്റ്റാർട്ട്സ് വർക്കിംഗ് കണ്ടിന്യൂസ്ലി. സോ ദ ഹീറ്റ് ജനറേറ്റഡ് hits onto your inner thighs, so it becomes very it feels like you just want to stop the engine because you care for this particular bike, so you just want to stop the engine and let the engine cool down. Okay. So it takes lot of time when I actually cover the traffic. Other than that, it easily passes through any type of traffic. And even if you call me, have you done some off-roading ഞാൻ ഈ ബൈക്കിൽ ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം ടൈപ്പ് ഓഫ് റോഡിങ് എവിടെയാണ് അത് പോയത്? കേരളത്തിൽ മുന്നാറിന് മുമ്പ് ഒരു തട്ടേക്കാട് ഒരു വഴിയുണ്ട്. ഓക്കെ, അവിടുന്ന് ഒരു ഫോറസ്റ്റ് കുറെ ആനകൾ ഒക്കെ വരുന്ന വഴിയാണ്. ബൈക്ക് വാസ് കിഡിങ് ബട്ട് ഐ വാസ് ലവിങ് ഇറ്റ്. ഓക്കെ, ത്രൂ ദോസ് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതും BMW S1000 RR Proയിൽ അഡ്വഞ്ചർ കാണിക്കുക. കാരണം ഞാൻ പുള്ളിയുടെ ഒരു ബൈക്ക് റൈഡിങ് കണ്ടിട്ടുള്ളതാണ്. എന്താ പറയുക, ഡേഞ്ചർ ആയിട്ടുള്ള റാഷ് ഡ്രൈവിംഗ് അല്ല, എന്നാലും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കൊതി തന്നെ രീതിക്കുള്ള ഓടിക്കലാണ് പുള്ളി ഈ വണ്ടിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഗൈസ്, എനിക്ക് ഇതിനകത്തൊരു കാര്യം പറയാനുണ്ട്. ഇതിനകത്തൊരു രസകരമായ സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ. അതായത് പുള്ളി ബോംബെന്നാണ് വണ്ടി എടുത്തതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു.
അപ്പൊ പുള്ളി ഈ ബൈക്കായിട്ട് കേരളത്തിലേക്ക് വന്ന സമയത്ത് പുള്ളിയുടെ വീട്ടിലുണ്ടായ ഒരു കോമഡി സംഭവം നടന്നുണ്ട്. ഇനിയിപ്പോ പുള്ളി തന്നെ അത് പറയും. അതെന്തായിരുന്നു സന്ദീപ് ബ്രോ, എന്താണ് അമ്മയായിട്ട് എന്തായിരുന്നു വിഷയം വണ്ടി എടുത്തുകൊണ്ടപ്പോ? ആദ്യം അമ്മേനോട് ചോദിച്ചു എനിക്കൊരു ബൈക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ട്. അമ്മ പറഞ്ഞു ഓൾറെഡി ഇത്രയും ബൈക്സ് ഉണ്ട്, എന്തിനാ ആവശ്യം, വെറുതെ എന്തിനാ കാശൊക്കെ ചിലവാക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു ഇല്ല എനിക്ക് ഒരെണ്ണം വാങ്ങിക്കണം, ഒരു നല്ല ഇതായിട്ട്. അപ്പോൾ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കൺട്രോളായില്ല. ഞാൻ പോയി ഷോറൂമിൽ ബുക്ക് ചെയ്തു, സെറ്റായി. പിന്നെ ബൈക്ക് വന്നു, ബൈക്ക് എത്തി, വീട്ടിൽ ബൈക്ക് വെച്ചു പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടാണ് അമ്മേനോട് സംസാരിച്ചു. അമ്മ പറഞ്ഞു എന്താണ് നിൻ്റെ മുഖത്തൊരു സെപ്പറേറ്റ് ആയിട്ട് സന്തോഷം. അമ്മേ സന്തോഷം ഇപ്പോഴാണ്, പക്ഷെ ചൂടാവരുത് അമ്മേ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി, ഭാവിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു എന്താണ്? അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടി ഒരു മോള് കണ്ടിട്ടുണ്ട്. പറഞ്ഞാൽ വീട്ടിൽ സുഖമായിട്ട് എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് ഒരു സുന്ദരിയായി ഒരു മരുമകൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം തന്നെ പ്രാന്തായി പോയി. അമ്മ ആദ്യം അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും മനസ്സിലാവില്ല, പപ്പടം കാച്ചാൻ തുടങ്ങി. പപ്പടം കാച്ചാൻ നേരത്തെ അമ്മേനെ പറഞ്ഞു എല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ ബെഡ്റൂമിലേക്ക് പോയിട്ട് വെറുതെ ഒരു മൊബൈലിൽ ഇരിക്കാൻ നേരത്താണ് അമ്മ പറഞ്ഞു ഒന്ന് പുറത്തേക്ക് വരാമോ, ഒരു പൂജ ചെയ്യിപ്പിച്ചിട്ട് വീട്ടിലോട്ട് കയറ്റാനാ. അപ്പോൾ അമ്മ പറഞ്ഞു മിണ്ടി പോർത്ത് കൊല്ലും ഞാൻ, അങ്ങനെയാണ് പറഞ്ഞത് തുടങ്ങിയത്. അമ്മ ഒന്ന് പുറത്തേക്ക് വായോ. അപ്പോഴാണ് അമ്മ പുറത്തേക്ക് പതുക്കെ പുറത്തേക്ക് വാതിലേക്ക് തുറന്ന് ഇറക്കി ഇതാണ് ആ പെണ്ണ്. അപ്പോൾ ഇവളെ കാണിച്ചു ഞാൻ. ഈ വണ്ടി കാണിച്ചപ്പോൾ തന്നെ അമ്മ 2 കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ തൊട്ടു, പിന്നെ ഇങ്ങനെ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞ് എനിക്ക് പൂജ ചെയ്യിപ്പിക്കാനാണ്. അമ്മയൊക്കെ പൂജയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അമ്മ പറഞ്ഞു മോൻ്റെ മുകളിൽ വിശ്വാസമാണ്, നീ പതുക്കെ ഓടിക്കുള്ളൂ. അത് വേറൊരു കാര്യം എനിക്ക് പറയേണ്ടിട്ടാ. കാരണം പുള്ളിയുടെ അമ്മയത് കാരണം കൊണ്ട് ജസ്റ്റ് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ വന്ന് നോക്കി. നമ്മുടെയൊക്കെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒലക്കടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയത്. എന്നിരുന്നാലും കുഴപ്പമില്ല. കൊണ്ടുവന്നേക്കണ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡാറ് സാധനമാണ്, ഒരു പൊളി സാധനമാണ് മച്ചാൻ വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് വേറെ സീനില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ വീട്ടിൽ വന്നതിന് ഞാൻ പിന്നെ കൊടുത്ത് വിടത്തേയില്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അതായത് വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇത് ഓൾമോസ്റ്റ് ബോംബെന്ന് വന്നപ്പോഴത്തേക്കും ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ, അതായത് എന്തോ ക്രൂസ് കൺട്രോളിൻ്റെ കേസൊക്കെ പറയില്ല, അതെന്താണ് സംഭവം? ബേസിക്കലി ഞാൻ വണ്ടി ഓടിക്കാൻ നേരത്തെ എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ ആവാൻ തുടങ്ങി. ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട്, കാരണം ഒരു 15 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓടിച്ചിട്ട് വണ്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ തുടങ്ങി. എനിക്ക് കൈ വെക്കാനായിട്ട് പറഞ്ഞാൽ ഒരു ക്ഷീണം പോലെ തുടങ്ങിയപ്പോൾ ഞാനൊരു ക്രൂസ് കൺട്രോൾ ഇട്ടു, ആക്സിലേറ്റർ വിട്ടു, ഒരു ക്ലച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലച്ച് വിട്ട് ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ട് നോർമലായിട്ട് കടന്ന് പോവാണ് ബൈക്കിന്. അപ്പോൾ ആൾക്കാരെല്ലാവരും കണ്ട് കുറച്ച് സർപ്രൈസായി. ഇത് ഇങ്ങനത്തെ ടൈപ്പ് വണ്ടി. ആൾക്കാർക്ക് മൊബൈലിൽ നിന്നും ഫോട്ടോ എടുക്കാൻ തുടങ്ങി. പിന്നെ ഒരു സീൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് മുംബൈ ടു കേരള ഈ ബൈക്ക് കൊണ്ടുവന്നപ്പോൾ മാരുതി സ്വിഫ്റ്റ് കാരൻ ഇതിൻ്റെ കൂടെ റേസ് ചെയ്യാൻ വന്നു. ഓക്കെ, മാരുതി സ്വിഫ്റ്റ് അത് കുഴപ്പമില്ല ഗൈസ്. അത് തന്നെ ഹയാബുസ കൊണ്ടുവന്നപ്പോഴും അങ്ങനെയായിരുന്നു. ഒരു FC വന്നിട്ട് എൻ്റെ വണ്ടിയുടെ ബാക്കിൽ പിടിച്ച് നമ്പർ പ്ലേറ്റ് ഒക്കെ പൊട്ടിച്ചാൽ. അപ്പം ഇനി നമുക്ക് ഗൈസ് ഇപ്പോൾ ഏകദേശം പുള്ളിയുടെ ഗുഡും ബാഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടു. പിന്നെ വീട്ടിലിരുന്ന സംഭവങ്ങൾ കണ്ടു. പിന്നെ വണ്ടീനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഒരു ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് പോകാനുള്ളത് വണ്ടിയുടെ ഡിസൈനിലേക്കാണ്. വണ്ടിയുടെ ഡിസൈനിലേക്ക് പോകാൻ നേരത്ത് നമുക്ക് ആദ്യം തന്നെ ഈ വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് വന്നേക്കണ ഈ വൈസർ കാണാനായിട്ട് അമേസിങ് വൈസറാണ്. അതും ആഫ്റ്റർ മാർക്കറ്റ് പ്യൂഗിൻ്റെ വൈസറാണ് ഈ വണ്ടിക്ക് വെച്ചേക്കണത്. പിന്നെ അതേപോലെ തന്നെ കാണാനായിട്ട് വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BMW-യുടെ മിറേഴ്സ്, ഇൻഡിക്കേറ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഈ മിറേഴ്സ് നല്ല ഇലക്ട്രോണിക്കലി കൺട്രോളബിൾ മിറേഴ്സാണ് ഇത് രണ്ടും. പിന്നെ നേരെ നമുക്ക് വരാനുള്ളത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരാൻ നേരത്ത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇൻടേക്കാണ്. അത് നല്ലൊരു ഡിസൈനിലാണ് BMW കൊടുത്തേക്കണത്. നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത മാരക ഡിസൈനാണ് ഈ എയർ ഇൻടേക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗൈസ്, ഇതാണ് എനിക്ക് നിങ്ങളെ കാണിച്ച് തരാനുള്ളത്. വണ്ടിയുടെ മൊത്തം ഗ്ലാമർ ഇരിക്കുന്നത് ഈ 2 കണ്ണുകളാണ്. ഈ കണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം വണ്ടി എത്രത്തോളം അഗ്രസീവാണെന്നുള്ളത്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. എനിക്ക് എന്താ പറയുക, ഇത് പറയാനായിട്ട് വാക്കുകളില്ല. BMW ബൈക്സിൻ്റെ ഇതിൻ്റെ മുമ്പുണ്ടായ അസിമെട്രിക് മോഡലിലും ഇതിൻ്റെ ലുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് ആ കണ്ണുകളാണ്. മറ്റേതിൻ്റെ പഴയ മോഡലിൻ്റെ ഒക്കെ എന്ന് പറയാൻ നേരത്ത് ഒരു കണ്ണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലാഷ്ഡാണ്. അതായത് നമുക്ക് തന്നെ മനസ്സിലാവില്ല ഏത് സൈഡാണ് എങ്ങനെയൊക്കെയാണ് അത് പണിത് വെച്ചേക്കണേന്നുള്ളത്. പിന്നെ നേരെ താഴത്തേക്ക് പോകാൻ നേരത്ത് മഡ് ഗാർഡ് വന്നിട്ടുണ്ട്. കാർബൺ ഫൈബർ മഡ് ഗാർഡാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കണത്. പിന്നെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ.
സസ്പെൻഷൻ വന്നിട്ടുണ്ട്. താഴത്ത് തന്നെ BMW ബ്രേക്ക് പാഡ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. 2 സൈഡ് ഡ്യുവൽ ചാനൽ ABS സിസ്റ്റമാണ്. പിന്നെ അലോയ് വീൽസും ഏകദേശം നമ്മുടെ നോർമൽ സൂപ്പർ ബൈക്സിൻ്റെ പോലെ തന്നെയുള്ള അലോയ് വീൽസും ടയേഴ്സുമാണ് കമ്പനി കൊടുത്തേക്കുന്നത്. സൈഡിലേക്ക് വരാൻ നേരത്ത് ഇവിടെ നമുക്ക് TFT ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ അകത്ത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അത് നമുക്ക് സന്ദീപിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം, പുള്ളിക്കാരൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. പിന്നെ ഈ ഒരു വശത്ത് ഹാൻഡിൽ ബാറിൽ തന്നെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഇത് ഒരു രക്ഷയില്ലാത്ത ഫങ്ഷൻസാണ് BMW കൊടുത്തേക്കുന്നത്. നമുക്കിപ്പോൾ പറയാനെന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളി കൺട്രോൾഡ് ബൈ ഇലക്ട്രോണിക്സ്. അതായത് കംപ്ലീറ്റ് ഇലക്ട്രോണിക്സിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇത് ചെയ്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇലക്ട്രോണിക് സസ്പെൻഷൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കീ സെക്ടർ ആണെങ്കിലും ഈ ഒരു BMW ലോഗോ ഈ സൈഡിൽ വന്നിട്ടുണ്ട്. അത് നല്ല രസത്തിലാണ് കമ്പനി സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരാൻ നേരത്ത് നമുക്ക് ഈ ഒരു ഇത് കാണാം. അതായത് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഫ്രണ്ട് ഡിസ്കിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഒരു ബോക്സ് നമുക്ക് അവിടെ കാണാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരാൻ നേരത്ത് മോഡ്സ് ഓൺ ഓഫ്, എൻജിൻ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡിസ്പ്ലേൻ്റെ പാർക്ക് ലൈറ്റ്സ്, ഹീറ്റിംഗ് ഗ്രിപ്പ്, ഹീറ്റ് ചെയ്യണ സംഭവം, പിന്നെ മോഡ്സ് സെലക്ട് ചെയ്യാനുള്ളതുണ്ട് ഗൈസ്. അപ്പം ഇനി നമുക്ക് അടുത്തത് പോകാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്ക് സൈഡിലേക്കാണ്. ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ് ടാങ്ക് BMW ചെയ്തു വെച്ചേക്കണത്. അതേപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം നമുക്ക് കാണാനായിട്ട് ടാങ്കിൻ്റെ സൈഡ് എന്ന് പറയാൻ നേരത്ത് നല്ലൊരു രസമായിട്ട് തന്നെയാണ് BMW ഈ ഒരു കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. പിന്നെ സൈഡിൽ ഈ BMW S1000RR എന്ന് പറഞ്ഞ റൈറ്റിങ്ങും പിന്നെ സൈഡ് ഫെയറിങ്ങും. എൻജിൻ ഏകദേശം കവർ ചെയ്തിട്ടില്ല, ഒരു പകുതി വരെ കവർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് ഒരു ഫോൾട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഫ്രെയിം സ്ലൈഡർ മാത്രമുള്ള വണ്ടീനെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്. കാരണം ഇത്ര അഗ്രസീവായിട്ടുള്ള ഒരു വണ്ടി വരാൻ നേരത്ത് നമുക്ക് ജസ്റ്റ് ആ ഒരു എൻജിൻ ഭാഗവും കൂടി കവർ ചെയ്തിരുന്നെങ്കിൽ അത്രയും ഭാഗത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കരുത്. അതായത് ചിലപ്പോൾ ജസ്റ്റ് ചെറിയൊരു മറിയൽ കാര്യങ്ങളൊക്കെ വന്നെച്ചെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വണ്ടീനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഗിയർ ലിവറിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ നല്ലൊരു അട്രാക്റ്റീവ് ഗിയർ ലിവർ സിസ്റ്റമാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡാണ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഇരിക്കുന്നത്. ഗിയർ നമ്മുടെ നോർമൽ സൂപ്പർ ബൈക്സിൻ്റെ പോലെ തന്നെ കുറേ ബൈക്സിന് ഈ ഒരു സെറ്റപ്സ് ഉണ്ട്, പക്ഷേ ഇത് കാണാനൊരു നല്ലൊരു രസമാണ്. പിന്നെ സൈഡിലേക്ക് വരാൻ നേരത്തെ ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫ്രെയിമിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. പിന്നെ നേരെ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും തന്നെ വളരെ അഗ്രസീവായിട്ടുള്ള സൈഡ് ഡിസൈനാണ് വന്നേക്കുന്നത്. പിന്നെ നല്ലൊരു എന്താ പറയുക കണ്ണിങ് ലുക്കുള്ള ഒരു രീതിക്കാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഫെയറിങ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പിന്നെ സ്റ്റോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ BMW ഒരു ലോഗോയും വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയാനായിട്ട് എനിക്ക് പറയാനുള്ളത് വണ്ടിയുടെ സീറ്റാണ്. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കുള്ളത് ബാക്ക് സൈഡ് പില്ലിയൻ സീറ്റ് നമ്മൾ പില്ലിയൻ സജസ്റ്റ് ചെയ്യൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹൈപ്പർ സ്പോർട്ട് ബൈക്കാവാൻ നേരത്ത് നമുക്ക് പില്ലിയൻ സീറ്റിൽ റൈഡ് ചെയ്യണത് ഒരു എന്താ പറയുക ഒരു 60% ഡേഞ്ചറാണ്. പക്ഷേ അത്രയും സ്ലോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് പിടിച്ചിരുന്ന് പോകാമെന്നുള്ളൂ. പിന്നെ ഡ്രൈവർ സീറ്റ് ഒരു രക്ഷയില്ല. റൈഡിങ് സീറ്റാണ് ഈ വണ്ടിയുടെ എടുത്ത് പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഹൈപ്പർ സ്പോട്ട് ആയതുകൊണ്ടിട്ട് മാത്രം നമുക്ക് ഈ വണ്ടിയിൽ ഇരുത്തം നല്ല സ്മൂത്താണ്. അതേപോലെ തന്നെ നമ്മുടെ 2 കാലുകളും ഇവിടെ ലോക്ക്ഡായിട്ട് ഇരിക്കും. പിന്നെ നേരെ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചെയിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ചെയിൻ നല്ലൊരു കവറിങ് ആയിട്ടുള്ള ഒരു ചെയിനും കാര്യങ്ങളും BMW ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നേക്കുന്ന രീതിക്കാണ് ചെയിൻ വന്നേക്കുന്നത്. പിന്നെ നോർമൽ ബൈക്സിൻ്റെ പോലെ തന്നെ എവറി 500 കിലോമീറ്റേഴ്സ് നമ്മൾ ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. പിന്നെ നേരെ വരാൻ നേരത്തുള്ള മോണോഷോക്ക് സസ്പെൻഷൻ, ഇതും ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സന്ദീപിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാൻ അറിയാൻ പാടില്ല. അപ്പോൾ അത് പുള്ളീൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരാൻ നേരത്തെ തന്നെ സൈലൻസറിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണാനുള്ളത്. സൈലൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് കോർ സൈലൻസറാണ്. അതായത് കാണാൻ നേരത്തെ തന്നെ ഒരു ടൈറ്റാനിയം പ്ലേറ്റഡ് സൈലൻസറാണ് നമുക്കിവിടെ കാണാനുള്ളത്. പിന്നെ അതിൻ്റെ താഴെ തന്നെ സിംഗാമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബ്രേക്കിംഗ്, അതായത് ബ്രേക്കിംഗ് ABS ബ്രേക്കിംഗ് ഡിസ്ക് എല്ലാം ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് വിസിബിളാണ്. പിന്നെ പറയാനുള്ള ഗൈസ് ഈ ഒരു വശത്തു നിന്നാണ് നമുക്ക് എഞ്ചിനും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. എഞ്ചിനിൽ വേറെ സെറ്റപ്പുമായിട്ട് ഒന്നും വലിയതൊന്നും തോന്നിയില്ല. പക്ഷേ ആ BMW ചെറിയൊരു റൈറ്റിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മാറാം. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ബൈക്കിലും ഉള്ള പോലെ തന്നെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിൽ തന്നെ. സൈഡ് ഇപ്പോൾ അപ്പുറത്ത് ഇപ്പോൾ നമ്മൾ സൈഡിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ BMW ലോഗോ ഒരു രക്ഷയില്ലാത്ത BMW ലോഗോയാണ് ഈ ഒരു സൈഡിൽ കൊടുത്തേക്കുന്നത്. അത് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബൈക്ക് ഏത് റേഞ്ചാണെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് അടുത്തത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനാണ്. വണ്ടിയുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഞാനായിട്ട് പറയണത് ശരിയല്ല. കാരണം കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. കാരണം നമ്മൾ
ഇവിടെ റിവ്യൂ ചെയ്യണത് ഓണറിനെയാണ്. കാരണം ഓണർ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഓണറിന് ഉണ്ടായേക്കണ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് സന്ദീപ് ബ്രോൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ചോദിക്കാം. സന്ദീപ് ബ്രോ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് താക്കോൽ തന്നെ ഓണാക്കിയിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്ന് കാണണം. അതായത് താക്കോൽ ഓണാക്കുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു TFT ഡിസ്പ്ലേ ആണ്. ആടാ നല്ലൊരു എന്താ പറയുക, അമേസിങ് എൻജിനീയറിംഗ് ആണ് ഈ വണ്ടി. ഡിസ്പ്ലേ ഒക്കെ കൊടുത്തേക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഇതാണ്. അപ്പോൾ സന്ദീപ് ബ്രോ, ഇന്ന് ഓരോന്നായിട്ട് നിങ്ങൾ കാണിച്ചു കൊടുത്തത് എന്താണ് ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ, ഏതൊക്കെ മോഡ്സ് ഉണ്ട്, ഏതൊക്കെ പ്രോ ആക്കാം, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, ക്രൂസ് കൺട്രോൾ, അങ്ങനെ എല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. ആദ്യം എനിക്ക് താങ്ക്സ് പറയണം ഷമി മോനക്ക്. അവൻ്റെ കാരണമാണ് ഈ ബൈക്ക് ഈ TV ചാനലിൽ വന്നത്. ആൻഡ് താങ്ക് യു ഫോർ ദിസ്. ഓക്കെ. ആൻഡ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു BMW ഫാമിലി, സോ ഐ വിൽ ഞാൻ തുടങ്ങാം നമ്മുടെ ടെക്നിക്കലിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ കാണുന്നത്. ഇത് DTC ആണ്, ഡൈനാമിക് ട്രാക്ഷൻ കൺട്രോൾ. ദാറ്റ് ഈസ് അത് 7+7 -7 വരെ പോകും ഇതിൻ്റെ ലെവൽ. അപ്പോൾ ബേസിക്കലി ഇതിൽ ഒത്തിരി സാധനമുണ്ട്, കുറേയൊക്കെ സാധനങ്ങളുണ്ട് എക്സാക്ട്ലി വിത്ത് ഇലക്ട്രോണിക്സ്. അത് നമ്മൾ ബേസിക്കലി നമ്മൾ ഈ മെനു പോയിട്ട് ആദ്യം നോർമലി ഇതൊന്ന് ഓക്കെ സെറ്റിങ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ബേസിക് കാര്യമാണ്. ഈ BMW S1000R പ്രോ മോഡലാണ്. പ്രോ മോഡലിൽ ഇപ്പോൾ റെയിൻ മോഡിലാണ്. ബൈക്ക് സ്റ്റാർട്ട് ആകുമ്പോൾ ആദ്യം റെയിൻ മോഡിൽ ആവണത് ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏത് വേണമെങ്കിലും സെറ്റിങ്സിൽ പോകും. അത് നമ്മൾ ചേഞ്ച് ആക്കും. ഈ മോഡിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇത് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ചേഞ്ച് ആക്കണത് റോഡ് മോഡ്, അത് കഴിഞ്ഞിട്ട് ഡൈനാമിക് മോഡ്, അത് കഴിഞ്ഞിട്ട് റേസ് മോഡ്. ഓക്കെ, ഇതാണ് ഈ 4 മോഡുണ്ട്. ഇപ്പോൾ നമുക്ക് റേസ് മോഡ്, ഇത് 4 ഫാക്ടറി സെറ്റിങ്സ് ആണ്. ഇത് ഓൾറെഡി ഇതിൽ DTC എവറിത്തിങ് ഈസ് ആക്ടിവേറ്റഡ്, ഇറ്റ്സ് ഓൺ. അതനുസരിച്ച് ഓൾറെഡി ഫാക്ടറി ആക്ടിവേറ്റഡ് ആണ്. പക്ഷേ ഇതിൽ ഒരു പ്രോ മോഡലായ കാരണം ഇതിൽ 3 കസ്റ്റമൈസബിൾ സിസ്റ്റം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി നമ്മുടെ ഒരു റൈഡറിൻ്റെ ഫ്ലെക്സിബിലിറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് Pro 1, Pro 2 ആൻഡ് Pro 3. ഓക്കെ. അപ്പോൾ അതിൽ മുമ്പ് എനിക്ക് കാണിക്കേണ്ടത് ഇതിൽ എന്തൊക്കെ ഉണ്ട്. ഇത് എൻ്റെ വെഹിക്കിൾസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഇതിൽ നമ്മുടെ ഓയിൽ ടെമ്പറേച്ചറാണ്, ഇതിൽ നമ്മുടെ മൈലേജ് കിട്ടും, ഇത് എൻ്റെ ബാറ്ററി, ഇത് നമ്മുടെ പ്രഷർ സെൻസേഴ്സ്, ടയേഴ്സ് ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഇത് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ സ്പീഡ് അറൗണ്ട് 25 to 30 km+ ആയിരിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് ടയർ പ്രഷർ സെൻസർ കാണിക്കുള്ളൂ. അതിൽ മുമ്പ് കാണിക്കില്ല. പക്ഷേ നമ്മൾ ടയറിൽ എയർ നിറയ്ക്കാൻ നേരത്തെ ആ സമയത്തും കാണിക്കും. അത് നമ്മുടെ ഇതാണ് എൻ്റെ ഓൺ ബോർഡ് കമ്പ്യൂട്ടർ. ഇതിൽ എൻ്റെ എല്ലാം ജേർണിയും ബ്രേക്കും കറൻറ്റും പറഞ്ഞ എൻ്റെ ആവറേജ് സ്പീഡും റേഞ്ച് എത്രയാണ്, പെട്രോൾ ടാങ്കിൻ്റെ അതൊക്കെ കാണിക്കും. ദ സെയിം ഇസ് ദിസ് ട്രിപ്പ് കമ്പ്യൂട്ടർ ആസ് വെൽ ആസ് നൗ. ഇതിലാണ് ഇത് സ്പെസിഫിക്കേഷൻ ആണ് ഫ്രണ്ട് ടയറിൻ്റെ. ഇത്രയും വേണം. ഇത് സ്പെസിഫിക്കേഷൻ ജനറലി 42.6 ഫോർ പാക്ക് ഫ്രണ്ട്. അതനുസരിച്ച് നമ്മൾ എയർ നിറയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഫ്രണ്ടിൽ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്, ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അത് കാണിക്കും. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്. നമ്മുടെ പെട്രോൾ പമ്പിൽ ആൾക്കാർക്ക് കുറേ കുറവറിയാം. പെട്രോൾ പമ്പിൽ ടയറിൻ്റെ എയർ നിറയ്ക്കുമ്പോൾ എന്തോ പ്രശ്നം പറഞ്ഞാൽ അവർ നോർമലി നമ്മുടെ ടയർ നമ്മൾ ഓടിച്ചുകൊണ്ട് പറയണം, അപ്പോൾ ടയർ ചൂടായിരിക്കാം. പക്ഷേ അവർ എയർ തരേണ്ടത് അത് തണുപ്പുള്ള എയർ ആയിരിക്കും. ആ സെയിം കണ്ടീഷനുള്ള കംപ്രസറിന് വന്നിട്ട് എയർ ഓൾറെഡി സേവ് ആയ സ്റ്റോറേജിന് അതിനാണ് എയർ വരുന്നത്. അപ്പോൾ അതിൽ കാണിക്കണത് സിസ്റ്റമിൽ, ആ പെട്രോൾ പമ്പിൻ്റെ സിസ്റ്റമിൽ കാണിക്കുകയാണെങ്കിൽ സപ്പോസ് 36 ഒരു 36 കാണിക്കുന്നുണ്ടെങ്കിൽ ചാൻസസ് ഉണ്ട് ഈ നമ്മുടെ ബൈക്കിൽ 38 വരാം, അല്ലെങ്കിൽ 32 വരാം, കുറയും കൂടും. അത് ആ ഡെവിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഈ BMW ചെയ്ത ഒരു കാര്യമാണ്. ഈ ബൈക്കിൽ നമുക്ക് സെൻസറിൽ എത്ര നെഗറ്റിവിറ്റി ഉണ്ട്, എത്ര പോസിറ്റീവ്, അതനുസരിച്ച് നമ്മൾ എയർ നിറച്ച് സേഫ് ആയിട്ട് ഓടിക്കാം. ഓക്കെ കൈസ്, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മൾ കാറിലൊക്കെ അലൈൻമെൻറ്റ് ചെയ്യണ പോലെ തന്നെയാണ് ഈ ഒരു സംഭവം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അമേസിങ് എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കലി എൻജിനീയർഡ് ബൈ BMW. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എയർ ഫ്ലക്ച്വേഷൻ വന്നതിന് എസ്പെഷ്യലി 2 വീലിൽ ഓടുന്ന ബൈക്സാണ്, 2 വീലർ സൂപ്പർ ദാറ്റ് 2 ഹൈപ്പർ സ്പോർട്ട് ബൈക്സാണിത്. ഇതിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പോൾ നമ്മൾ ഹൈവേസിലൊക്കെ ക്രൂസ് ചെയ്ത് പോകാൻ നേരത്ത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ എയർ പ്രഷർ അങ്ങനെ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബൈക്ക് സ്കിഡായി പോകാൻ സാധ്യതയുണ്ട്, അതേപോലെ തന്നെ പൊട്ടാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ BMW ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാര്യങ്ങൾ കാണിച്ചു തരും. അതായത് ഇപ്പോൾ എയർ കൂടുതലാണെങ്കിൽ ഏത് സൈഡാണ് ഇപ്പോൾ കൂടുതൽ കുറവ് വന്നേക്കണതൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അലൈൻമെൻറ്റ്. അത് നല്ലൊരു കാര്യം തന്നെയാണ് ഐ തിങ്ക് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇലക്ട്രോണിക്കലി നമുക്ക് അറിയാൻ പറ്റുന്ന വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ എൻ്റെ സർവീസ് ഇപ്പോൾ എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്? ഇപ്പോൾ രണ്ടാം സർവീസ് എൻ്റെ 3000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ. 21 ഒക്ടോബർ 2021. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് ഇതാണ് സ്പോർട്സ് മോഡ്. ഈ സ്പോർട്സ് മോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ എത്ര ലീൻ ആംഗിൾ ആയിക്കൊണ്ടിരിക്കണേ അത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എത്ര ബ്രേക്ക് അടിക്കണേ അത് ഇൻക്രീസ്, എത്ര ബ്രേക്ക് ഏത് സമയത്താണ് അടിക്കണേ അത് ഇൻക്രീസ് ആവണത് ഇങ്ങനെയാണ്. DTC പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ബാക്ക് ടയറും നമ്മുടെ ഫ്രണ്ട് ടയറും അതിൻ്റെ സ്ലിപ്പ് ആവണ ഡിഫറൻസ് ആണ് ഈ DTC ആക്ച്വലി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി ആ DTC എപ്പോഴാണ് കാണാൻ പറ്റുന്നത്? നമ്മൾ ഇഫ് സഡൻ ബ്രേക്കിംഗ് ആയി അല്ലെങ്കിൽ സഡൻ കോർണറിങ് ആയി ആ സമയത്ത് എടുക്കാൻ നേരത്തെ ചാൻസസ് ഓഫ് ടയർ സ്ലിപ്പിംഗ് ഈസ് മോർ. ആ സ്ലിപ്പാണ് ഒരു പെർസെൻറ്റേജിലാണ് ഈ DTC കാണിക്കുന്നത്. ഓക്കെ. ഡൈനാമിക് ട്രാക്ഷൻ കൺട്രോൾ ബേസിക്കലി ദർ ഈസ് 2 things ഇൻ പ്രോ ആസ് വെൽ ആസ് എംപാക്ട്. ബട്ട് സ്റ്റാൻഡേർഡിൽ ഇല്ല, സ്റ്റാൻഡേർഡ് മോഡലിൽ ഇല്ല. പറഞ്ഞാൽ ഡൈനാമിക് ഡാമ്പിംഗ് കൺട്രോൾ ഉണ്ട് ഇതിൽ. സ്റ്റിയറിംഗ് ഡാമ്പിംഗ് കൺട്രോൾ ഇത് കാണിക്കാം, ഇവിടെ ഉണ്ട്. ഇവിടുന്ന് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, കാരണം ഇതിൻ്റെ അകത്തൊരു സ്റ്റിയറിംഗ് ഡാമ്പിംഗ് കൺട്രോൾ ഉണ്ട്. ഹയാബൂസയുടെയും ഇതേപോലെ തന്നെ അടിയിലാണ് കൊടുത്തത്. അപ്പോൾ ഈ സ്റ്റിയറിംഗ് ഡാമ്പിംഗ് കൺട്രോൾ കൊണ്ടിട്ട് എന്താണ് നമുക്ക് യൂസ്ഫുൾ? അതിൻ്റെ യൂസ്ഫുൾ എന്താണ്? ബേസിക്കലി നമ്മുടെ ബൈക്ക് ഇപ്പോൾ ഞാൻ കോർണറിങ് ചെയ്യാൻ പോവാണ്. ആ കോർണറിൽ ഞാൻ ഇപ്പോൾ ബ്രേക്ക് അടിക്കുകയാണെങ്കിൽ നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ട് ടയർ നമ്മുടെ ഹാൻഡിലിന് മൂവ് ആയിക്കൊണ്ടിരിക്കും. അത് ബേസിക്കലി ഇത് ഡൈനാമിക് ഡാമ്പിംഗ് കൺട്രോൾ ബേസിക്കലി അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ റോഡ് സ്റ്റെബിലിറ്റി അനുസരിച്ചിട്ട് സെറ്റാക്കി കൊണ്ടുപോകുന്നത്. സെൽഫ് അലൈൻമെൻറ്റ് ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. പറഞ്ഞാൽ ഇതിൽ മുമ്പ് ഇതറിയണ മുമ്പ് നമുക്ക് അറിയേണ്ടത് പ്രോ ABS ആണ്. ഒരു പ്രോ ABS ആണ്, പിന്നെ റേസ് ABS. ഈ 2 സാധനങ്ങളുണ്ട്. അത് രണ്ടും ഇതിലുണ്ട്, റേസ് ABS, പ്രോ ABS. സോ ഇതിലും ബേസിക്കലി എന്താവണം ഈ നോർമൽ നമ്മൾ ഒരു സ്ട്രേറ്റ് റോഡിൽ പോവാം. നമ്മൾ ബ്രേക്ക് അടിക്കുമ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ സ്കിഡ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ആ സ്കിഡ് ആയിട്ട് ചാൻസസ് ഉണ്ട്, തെന്നി പോകുന്ന ചാൻസസ് കൂടുതലാണ്. പക്ഷെ അത് ആവാണ്ടിരിക്കാനായിട്ടാണ് നമ്മുടെ റേസ് ABS സ്ട്രേറ്റ് ആക്കാൻ നോക്കണം. കാരണം അതിൽ റേസ് ABS ആക്ടിവേറ്റഡ് ആണെങ്കിൽ അത് വണ്ടി ഡ്രിഫ്റ്റ് ആവില്ല, വണ്ടി സ്ട്രേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുള്ളൂ. പക്ഷെ റേസ് പ്രോ മാത്രം ഉണ്ടെങ്കിൽ ഇത് ഡ്രിഫ്റ്റ് ആവും, പക്ഷെ കൂടുതലാവില്ല. അത് കാരണമാണ് ആൾക്കാർ പറയണത് നമ്മൾ റേസ് ട്രാക്കിൽ പോകുമ്പോൾ നമുക്ക് DTC ഒക്കെ ഡൈനാമിക് ട്രാക്ഷൻ കൺട്രോൾ, ഡൈനാമിക് ഡാമ്പിംഗ് കൺട്രോൾ പറഞ്ഞാൽ അതൊക്കെ ഓഫാക്കി വെക്കണം. ഓക്കെ. ഇതാണ് മെയിൻ സാധനം. ഇപ്പോൾ ഈ ബൈക്കിൻ്റെ ഈ പ്രോ മോഡലിൽ ഇതുണ്ട്. നമുക്ക് റൈഡർ അനുസരിച്ചിട്ട് റൈറ്റ് ഫ്രം എൻജിൻ ബ്രേക്കിംഗ് ടു ABS നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലാണ് സെറ്റിങ്സ്. ഇല്ല റേസ് ട്രാക്കിൻ്റെ എനിക്ക് ഇതാണ് എൻ്റെ കോൺഫിഗറേഷൻ. ഇതാണ് എൻ്റെ എൻജിൻ ബ്രേക്ക്, ട്രാക്ഷൻ, വീലി, ABS ആൻഡ് ഡൈനാമിക് ഡാമ്പിംഗ് കൺട്രോൾ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എൻജിൻ റെസ്പോൺസ് എങ്ങനെയാണ് വേണ്ടത്? ജസ്റ്റ് ഒരു സ്മൂത്ത് കൊടുത്ത് നല്ല ടോർക്ക് വേണം. ടോർക്ക് പറഞ്ഞാൽ ഒരു പിക്കാണ്, അതാണ്. അപ്പോൾ അങ്ങനെ വേണ്ട. സ്ലോ ടോർക്ക് വേണോ, സ്ലോ കൺട്രോൾഡ് സ്പീഡ് വേണോ, അതോ പെട്ടെന്ന് ഒരു കയറി ലോഞ്ച് ആയിട്ട് പോകണോ, അങ്ങനെ അത് നമുക്ക് അതനുസരിച്ചിട്ട് നമ്മൾ എൻജിൻ അഡ്ജസ്റ്റ് ചെയ്യാം. എൻജിൻ ബ്രേക്കിംഗ് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഒരു 4th ഗിയറിൽ നല്ല സ്പീഡിൽ പോകാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് എപ്പോഴും നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് അനുസരിച്ചിട്ട് നമുക്ക് ബ്രേക്കിനും കൂടുതൽ എൻജിൻ ബ്രേക്കിംഗ് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ബ്രേക്ക് ഉപയോഗിച്ച് നമ്മുടെ ചാൻസസ് ഉണ്ട് ബ്രേക്ക് പാഡ്സ് തീർന്നു പോകും. അത് കാരണമാണ് നമുക്ക് എൻജിൻ ബ്രേക്കിംഗ് കൂടുതലാണ് വേണ്ടത്. അപ്പോൾ ഇറ്റ്സ് മച്ച് ബെറ്റർ തിങ് ദാറ്റ് BMW ഹാസ് പ്രൊവൈഡഡ് അഗെയിൻ. പറഞ്ഞാൽ നമുക്ക് എത്ര ബ്രേക്കാണ് നമ്മുടെ ഇപ്പോൾ ഹൈവേ റോഡാണെങ്കിൽ, വലിയ ഹൈവേ റോഡാണ്, നല്ല സ്മൂത്ത് ഓപ്പൺ ഹൈവേ ആണെങ്കിൽ നമുക്ക് അത് എൻജിൻ ബ്രേക്കിംഗ് കൂടുതൽ ആവശ്യമില്ല, കുറവ് മതി, നമുക്ക് നോർമൽ പോവാം. പക്ഷേ ട്രാഫിക് ആണെങ്കിൽ പെട്ടെന്ന് 2nd ഗിയർ ഇട്ടിട്ട് പെട്ടെന്ന് ഒരു 1st ഗിയർ ഇടാൻ അപ്പോൾ തന്നെ ആ ബ്രേക്കിൻ്റെ പണി ഈ നോർമൽ എൻജിൻ ബ്രേക്കിംഗ് ചെയ്ത് തീർക്കും. അങ്ങനെയാണ്.
ഗൈസ് വേറൊരു കേസ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻസ് എല്ലാം നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഫംഗ്ഷൻസ് അറിയാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യണതുകൊണ്ടിട്ട് ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ടിട്ടാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ സന്ദീപ് ഭായി, ഇനി അടുത്തത് എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാനുള്ളത്? ഇതിൻ്റെ ഫംഗ്ഷൻസ്, അതായത് സ്വിച്ച് ഫംഗ്ഷൻസ് എന്തൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളതൊന്ന് കാണിച്ചു. ഇതിൽ ബേസിക്കലി ഇത് നമ്മുടെ കഴ്സറാണ്, ഫ്രണ്ടിലും ബാക്കിലും പോകാനായിട്ട്. പിന്നെ നമുക്ക് ഈ സ്ക്രോൾ ചെയ്യുന്ന മൗസ് പോലെ പണി ചെയ്യുന്ന സാധനമാണ് ഇത്. ഇതാണ് നമുക്ക് ബാക്ക് പോകാനായിട്ട് സാധനം. ഇതാണ് നമുക്ക് ഇവിടെ അമർത്തിക്കാൻ ഇത് എൻട്രി ചെയ്യും. ഇത് വൺ ബെസ്റ്റ് മോർ തിങ്, ലൈക്ക് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് DTCന് വേണ്ടി സെറ്റിങ്സ് ഇതിൽ നമ്മൾ കോൺഫിഗറേഷനിൽ പോയി, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ നമ്മൾ ഇവിടെ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എത്ര വേണ്ട, ഡൈനമിക് അനുസരിച്ചിട്ടാണോ വേണ്ട, റേസ് മോഡിലാണോ, റോഡ് മോഡിലാണോ, റെയിൻ മോഡിലാണോ, അങ്ങനെ ഇതൊക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ്ലി പറഞ്ഞാൽ എന്താ ആവണേ, നമ്മളൊരു കോൺഫിഗറേഷൻ ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ നമ്മൾ വേറെ സെറ്റിങ്സിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ സെറ്റിങ്സിൽ എപ്പോഴാണ് പോകണേ, നമുക്ക് പറഞ്ഞ വണ്ടിയിൽ കൺട്രോൾ വേണം. അത് കാരണം നമ്മൾ സെറ്റിങ്സ് ചേഞ്ച് ആക്കാൻ പോകുന്നത്. ആ സെറ്റിങ്സ് ചേഞ്ച് ആക്കേണ്ട പകരം അവർ ട്രാക്ഷൻ കൺട്രോൾ തന്നെ പുറത്തേക്ക് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ നമുക്കപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഇവിടുന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണെന്ന് എനിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഫംഗ്ഷൻസിൽ നിന്ന് എടുക്കാണ്ട് തന്നെ ഇവിടുന്ന് തന്നെ നമുക്കത് ചെയ്ത് എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കേസ് ടെക്നിക്കലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ്. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 hour എങ്കിലും നമ്മൾ ചെയ്തെങ്കിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ അത്രയും നീട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടിട്ട് നമുക്ക് അത്ര ഇതാക്കാനുള്ള. പിന്നെ അടുത്തത് നമുക്കിപ്പോൾ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീലി എന്തോ സെൻസിങ് കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ റേസ് ട്രാക്കിൽ ഇറങ്ങാൻ അടുത്ത് വീലി അതിൽ കൺട്രോൾ ചെയ്തിട്ട് ബൈക്ക് കറക്റ്റ് ആയിട്ട് ലോഞ്ച് ആവാനായിട്ട് എന്തോ ഇതില്ല. അതിൽ പിറ്റ് ലിമിറ്റർ ഉണ്ട്. പ്രോ മോഡലിലെ അഡ്വാൻറ്റേജ് ഉണ്ട്. പിറ്റ് ലിമിറ്റർ ഉണ്ട്, ലോഞ്ച് കൺട്രോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ്. അത് വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ നമ്മൾ ഒരു 8000 RPM വെച്ചിട്ട് നമ്മൾ പിറ്റ് ലിമിറ്റർ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ രണ്ടാമത്തെ നമ്മുടെ വീലി അനുസരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഒരു റെയിൻ മോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുക, ഒരു റെയിൻ മോഡ് ഓഫ് റെയിൻ, ആ റെയിൻ മോഡിൽ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പെട്ടെന്ന് ഒരു സഡൻ പാനിക് ബ്രേക്കിംഗ് അടിച്ചു കഴിഞ്ഞാൽ ചാൻസസ് ഉണ്ട് വീല് പൊങ്ങും, വേറെ ബൈക്സ് ആണെങ്കിൽ. പക്ഷേ ഇത് ട്രൈ ടു ദോസ് ഇലക്ട്രോണിക്സ് വർക്ക് ടുഗെദർ ആൻഡ് മേക്ക് ഷുവർ ദ ടയർ റിമെയിൻസ് ഓൺ ഗ്രൗണ്ട്. ഓക്കെ, അതായത് നമ്മുടെ താഴത്ത് തന്നെ അത് മാക്സിമം സേഫ് ആക്കി തന്നെ ബൈക്കിനെ വെക്കാനായിട്ട് നോക്കും. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ റൈഡ്. എത്ര ഇലക്ട്രോണിക്സ് ആണെങ്കിലും റൈഡറിനാണ് സ്വന്തമായിട്ട് എല്ലാം കോഷ്യസ് ആയിട്ട് ഒരു ട്രാഫിക്കിൽ ട്രാവൽ ചെയ്യേണ്ടത്. കാരണം ഇതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പോകാനില്ല എല്ലാം. അതായത് നമ്മൾ ഓടിക്കണമെങ്കിൽ ഒരു ഇത് വേണം കേട്ടോ. കാര്യം ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു വിവരം വേണം. കാരണം ബൈക്ക് ഇത്ര സ്പീഡിലാണ് പോകുന്നത്, ഇത്ര സ്പീഡിലാണ് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വേണം. എന്നിരുന്നെങ്കിൽ മാത്രമേ ബൈക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. മെയിൻ തിങ്, ഇപ്പോൾ എനിക്ക് ഇന്നാൾ ആരോ ചോദിച്ചു ഇതിൽ നമ്മുടെ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടോ, ഓട്ടോ ബ്ലിപ്പർ ഉണ്ടോ. तो बेसिकली ഇതിൽ നമ്മൾ പറയുന്ന വേർഡാണ് ഷിഫ്റ്റ് അസിസ്റ്റ് ഈ ബൈക്കിന് വേണ്ടി. അപ്പോൾ ഇതിൽ ക്ലച്ച് അമർത്താണ്ട് നമ്മൾ ഗിയർ 1 to 6 എടുക്കാം, 6 to 1 തിരിച്ചെടുക്കാം വിതൗട്ട് പ്രസിംഗ് ദ ക്ലച്ച്. സ്ലിപ്പർ ക്ലച്ച് പറഞ്ഞാൽ ഓട്ടോ ബ്ലിപ്പർ ബേസിക്കലി നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ജസ്റ്റ് പൊക്കി ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ. അതിൻ്റെ പകരം അവർ ഷിഫ്റ്റ് അസിസ്റ്റ് ജസ്റ്റ് ഫോർ 1 ലോങ് ട്രാവലിന് വേണ്ടി 1 പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞാൽ അങ്ങനെ. അത് വിതൗട്ട് യൂസിങ് ദ ക്ലച്ച് വി ക്യാൻ ഗോ ഫ്രം 0 1 to 6 6 to 1 അങ്ങനെ അത് ആക്കാം. പിന്നെ ഇത് വേണമെങ്കിൽ ഇപ്പോൾ ഇത് സ്ട്രീറ്റ് മോഡിലാണ്. ഇത് നമ്മൾ ഇവിടെ ഇത് ചേഞ്ച് ആക്കിയിട്ട് ഇത് മാറ്റിയിട്ട് ഈ സൈഡ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഫസ്റ്റ് ഗിയർ താഴേക്കാണ് പോകേണ്ടത്. അത് നമ്മൾ ചേഞ്ച് ആക്കുമ്പോൾ ഈ ഫസ്റ്റ് ഗിയർ മുകളിലേക്ക് പൊക്കാം, ബാക്കിയെല്ലാം താഴെ. ദാറ്റ് ഈസ് ഫോർ റേസ് മോഡ്. ഓ, അങ്ങനത്തെ സെറ്റപ്സ് ഒക്കെ ഉണ്ടല്ലേ? ഓ, അമേസിങ്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നല്ലൊരു, ഞാൻ പറഞ്ഞില്ല, ഇത് ഇലക്ട്രോണിക്കലി, അതായത് ഫുള്ള് നമ്മുടെ ടെസ്ല കാർ അങ്ങനെയുള്ള കാറൊക്കെ യൂസ് ചെയ്യണ രീതിക്കാണ്. BMW കാർസിലൊക്കെ അങ്ങനത്തെ ഫങ്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരു ഫങ്ഷൻസാണ് ബൈക്കിൽ അവർ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഓവറോൾ ടെക്നിക്കലി ഇതൊക്കെയാണ്. പിന്നെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹീറ്റിംഗ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ലോങ് ഡ്രൈവൊക്കെ ഓടാൻ നേരത്ത് ഇപ്പോൾ കൈക്ക് തണുപ്പ് കാര്യങ്ങളൊക്കെ അടിക്കാൻ നേരത്ത് തന്നെ അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ട് മരവിപ്പ് അങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഗ്രിപ്പ് ഹീറ്റാവും. അപ്പോൾ നമുക്ക് കൈക്ക് അത്ര റിലാക്സേഷൻ കിട്ടും.
പിന്നെ അതേപോലെ തന്നെ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിളി സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇരിക്കാൻ നേരത്തെ തന്നെ അത്ര വലിയ ഫോഴ്സും കാര്യങ്ങളൊന്നും വന്നില്ല. നോർമൽ ഒരു ബൈക്കിൽ ഇരിക്കണത് അതേ ഫീൽ തന്നെയാണ് വന്നത്. പിന്നെയുള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നെ കുറേ ഉണ്ട്. കാരണം നമുക്കിപ്പോൾ ഈ ഒരു ഇതിൽ കാണുന്ന RPM മീറ്റർ കാര്യങ്ങൾ, സ്പീഡോമീറ്റർ, പിന്നെ മോഡ്സ്, ന്യൂട്രൽ, അങ്ങനെയുള്ള ബേസിക് തിങ്സാണ്. ABS അങ്ങനെയുള്ളതാണ് ബേസിക് തിങ്സാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് സംഭവങ്ങൾ ഈ വണ്ടിയിലുണ്ട്. പിന്നെ അത് ഓക്കെ, അത് 2 സാധനങ്ങളും കൂടി പുള്ളി പറഞ്ഞുതരാം. അതായത് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് പുള്ളിയുടെ അടുത്ത് തന്നെ ഇത് നമ്മൾ ഈ ആക്സിഡൻറ്റ് കേസ് ആവണത് കൂടുതൽ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്കിംഗ് അടിച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഇടിക്കണതാണ്. ആ സമയത്ത് അറിയാണ്ട് നമ്മുടെ കൈ ആക്സിലേറ്ററിൽ ഇരുന്ന് പോകണതാണ്. അപ്പോൾ ആക്സിലേറ്റർ ഇരുന്ന് പോകുമ്പോൾ ആക്സിലേറ്റർ പോയിക്കൊണ്ടിരിക്കും ഓപ്പൺ കണ്ടീഷനിലാണ്. പക്ഷേ ഈ സാധനം ഇതിൽ പാനിക് ബ്രേക്കിംഗ് അടിക്കുമ്പോൾ ആക്സിലേറ്റർ അറിയാണ്ട് ഓപ്പൺ ആണെങ്കിലും കുറച്ച് സമയത്തിന് വേണ്ടി അത് എൻജിൻ ഓൾറെഡി സ്റ്റോപ്പ് കണ്ടീഷനിലായിരുന്നു അൺടിൽ ഐ ലീവ് മൈ ബ്രേക്സ്. ആ ബ്രേക്സ് ഒക്കെ വിട്ട് കഴിഞ്ഞിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് നമ്മൾ ട്രാക്ഷൻ കൺട്രോൾ ഇവിടുന്ന് തന്നെ സ്വിച്ച് ഓഫ് ചെയ്യാം കംപ്ലീറ്റ്ലി ഫോർ ദ രജിസ്റ്റർ. ഓക്കെ, ഇവിടെയാണ് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്യണത് അല്ലേ? പിന്നെ പാനിക് ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് 4 ലൈറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. ഓക്കെ, അതായത് ഇത്രയും സംഭവങ്ങളിലാണ് ഈ വണ്ടിയുടെ ഫുള്ള് കൺട്രോളിങ് ഇരിക്കുന്നത്. അതായത് ഡ്രൈവർക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റണ സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പോകാനുള്ളത് വണ്ടിയുടെ മെയിൻ്റെനൻസും കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് എത്രയാണ് വണ്ടിയുടെ മെയിൻ്റെനൻസ്? നമുക്കിപ്പോൾ സർവീസിങ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് എത്രയൊക്കെയാണ് നമുക്ക് ഒരു ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എത്രയാണ് നമുക്ക് അതിൻ്റെ ഒരു ചാർജ്? എനിക്ക് ഫസ്റ്റ് സർവീസിന് കോസ്റ്റ് അറൗണ്ട് 10,500 ആയിരുന്നു. അതിന് വേണ്ടി 500 കോസ്റ്റ് ഇതിന് വേണ്ടിയാണ്. ഏതാണ് ഈ സാധനം? ഓക്കെ, ഇതിന് വേണ്ടി മാത്രം. ഇത് ഊരിപ്പോയി. ഓക്കെ, റിഫ്ലക്ടർ ഊരിപ്പോയി. അതിന് വേണ്ടിയിട്ട് അതൊക്കെ 500 റുപ്പീസ്. ഓക്കെ, ബാക്കി വേറെ ഒരു പ്രാവശ്യം ഓയിൽ കൂളൻ്റ് ലീക്കായിട്ട് അത് കോസ്റ്റ് മീ അറൗണ്ട് 56. അത് പിന്നെ ബാക്കി മെയിൻ്റെനൻസ് ആയിട്ട് അപ്രോക്സിമേറ്റ്ലി ഇറ്റ് കംസ് അറൗണ്ട് 10,000. സോ ഇഫ് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക കുറേ ഒരു 500 കിലോമീറ്റർ ആണ് പറഞ്ഞാൽ, ഞാൻ ആ സമയത്ത് ഞാൻ നോർമലി എല്ലാവർക്കും ആണ് ചെയ്യേണ്ടത്. പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ അത്രയും കോഷ്യസ് ആയിട്ട് ചെയ്യേണ്ടതോ. ഞാൻ പറഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞ സർവീസ് സെൻറ്ററിലും കൊണ്ടുവരേണ്ട നടുക്കൊക്കെ ഒരു 500 രൂപയിൽ ഞാൻ എൻ്റെ ചെയിൻ ടൈറ്റനിങ് ആയിട്ട് ചെയിൻ ലൂബൊക്കെയൊക്കെ എല്ലാം സെറ്റാക്കും. അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് ഒരു 56,000 കൂളൻ ലീക്കിങ് കാര്യങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ വണ്ടിക്ക് നമ്മൾ എടുക്കാൻ നേരത്തെ ഇത്ര വർഷം സർവീസ് വാറണ്ടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു വാറണ്ടിയിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും, കവർ ചെയ്ത് കിട്ടും. അതൊക്കെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കിട്ടും. അപ്പോൾ കംപ്ലീറ്റ്ലി കുറച്ച് സമയം എടുക്കും ഇൻഷുറൻസ് അനുസരിച്ചിട്ട്. അല്ല, എനിക്കൊരു സംശയം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇൻഷുറൻസിലാണോ വരുന്നത് അല്ലെങ്കിൽ കമ്പനിയുടെ സൈഡിൽ നിന്ന് തന്നെയാണ് അത് മാറ്റി തരുന്നത്? ഇൻഷുറൻസിലാണ്. ഇലക്ട്രോണിക്സ് ബേസിക്കലി കമ്പനിയുടെ ആണ് പറയണത്. ഫുൾ ഇലക്ട്രോണിക്സ് വാറണ്ടി സെപ്പറേറ്റ് ആയിട്ട്, അത് മാത്രം കംപ്ലീറ്റ് ആയിട്ട് ബൈക്കിൻ്റെ വരുള്ളൂ. അത് 2 years വാറണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് ബൈക്കിന് വേണ്ടി, ഇലക്ട്രോണിക്സ് സെപ്പറേറ്റ്. ഓക്കെ, പറഞ്ഞാൽ എൻ്റെ എന്തെങ്കിലും പ്രശ്നം ആയിക്കഴിഞ്ഞാൽ വാറണ്ടിയിൽ കയറ്റും. കാരണം കൈസ് ഇതിൻ്റെ ഇലക്ട്രോണിക്സ് ഒരുപാട് ഉള്ള കാരണം കൊണ്ടിട്ട് കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് ഇലക്ട്രോണിക്സിനും കൂടിയിട്ട് കൂട്ടിയെടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അറിയാലോ, ഇലക്ട്രോണിക്സിൽ പോകുന്ന സാധനമാണ്, മൂവ് ചെയ്യണ സാധനമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പെൻസാണ് വണ്ടിക്ക് വരിക. അതായത് ലാക്സ് ആൻഡ് ലാക്സ് ആണ് എമൗണ്ട് വരിക. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് എല്ലാവരും ആ ഒരു കാര്യങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ ചെയിൻ ലൂബിങ്ങും കാര്യങ്ങളൊക്കെ. ടയർ ലൈഫ് എത്ര കിട്ടും? ഓൾമോസ്റ്റ് ഇപ്പോൾ 7,000 കിലോമീറ്റേഴ്സ് ആയി. ഓൾമോസ്റ്റ് എൻ്റെ ടയർ ബോൺ ഔട്ട് ആയിരിക്കാം. മാക്സിമം ഒരു 1,500 കിലോമീറ്റേഴ്സ് റൺ ചെയ്യുള്ളൂ. അതിന് കൂടുതൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആൾക്കാർക്ക് തോന്നുന്ന ഒരു ടയർ ലൈഫ് ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് ഇതും നോക്കണം. ടയർ എത്ര കാണാൻ ഭംഗിയുണ്ടെങ്കിലും അത് ടയറിൻ്റെ റബ്ബർ അത് പ്രോപ്പർ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ടയർ ഇപ്പോഴും നല്ല കണ്ടീഷനിലാണ്. പക്ഷേ ഇൻ റിയാലിറ്റി ഇറ്റ് വോണ്ട്. അതെ, ഡിപ്പെൻഡ്സ്. പറഞ്ഞാൽ അത് ബേസിക്കലി ഒരു ടയർ എഞ്ചിനീയറിന് മനസ്സിലാവുള്ളൂ. നമുക്ക് എന്താ, നമുക്ക് വേണ്ട ഓക്കെ അങ്ങനെയാണ്. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ഇവിടെ വരാൻ നേരത്ത് കട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് ടയർ ഡെഡായി തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളിങ്ങനെ ഈ ഒരു കട്ട വെച്ചിട്ട് മാത്രം നമ്മൾ അനലൈസ് ചെയ്യരുത്. ഇതേപോലെ ടയർ പൊട്ടയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈനും കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ആയിട്ട് മോണിറ്റൈസ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ നമ്മൾ വല്ല ഹൈ സ്പീഡിലൊക്കെ പോകാൻ നേരത്തായിരിക്കും എന്തെങ്കിലും ടയർ ബ്ലാസ്റ്റിങ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ BMW വേർഷൻസ് ഉണ്ട്. അപ്പോൾ വേർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജനറേഷനിൽ തന്നെ ഒരു 3 വേർഷൻസ് ഉണ്ട്.
അപ്പൊ ഇതൊരു വെർഷൻ പ്രോ എന്ന് പറയുന്ന വെർഷൻ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടു. ഇനിയിപ്പോൾ വേറെ 2 വേർഷൻസും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണ്? S1000RRൽ 3 മോഡൽസ് ഉണ്ട്. 2020 ഇപ്പോൾ സ്റ്റാൻഡേർഡും പ്രോ പിന്നെ എംപാക്ക് ആണ് ഹയസ്റ്റ് ലെവൽ, സ്റ്റാൻഡേർഡ് ആണ് പിന്നെ ജനറൽ ലെവൽ പ്രോ, ഇതാണ് പ്രോ. അപ്പോൾ അത് ഡിഫറൻസ് ഓൾമോസ്റ്റ് സ്റ്റാൻഡേർഡിൽ എന്തൊക്കെയുണ്ട് അത് ഇതിലുണ്ട്, പ്രോയിലുണ്ട്. പക്ഷേ പ്രോയില് കുറച്ചൊക്കെ സാധനങ്ങളുണ്ട്, അത് സ്റ്റാൻഡേർഡിലില്ല. അതൊക്കെയാണ് നമ്മുടെ ഡൈനമിക് ഡാമ്പിംഗ് കൺട്രോൾ ആയിട്ട്, അല്ലെങ്കിൽ ഹീറ്റിംഗ് ഗ്രിപ്സ് ആയിട്ട്, DTC ആയിട്ട്, അതൊക്കെ ഒന്നുമില്ല. നമ്മുടെ റേസിംഗ് ABS ഇതൊക്കെ ഇതിലുണ്ട്. അത് തന്നെ സ്റ്റാൻഡേർഡിലെ ഒരു ഡിഫറൻസ് എന്താണ്, നമ്മുടെ ഈ വീൽസ് ഒക്കെ കാണാനില്ലേ, ഇത് ഫോർജ്ഡ് വീൽസ് ആണ്. ഫോർജ്ഡ് വീൽസ് 3 ടൈപ്പ് വരാറുണ്ട്. ഒരു സ്റ്റീൽ അലോയ് വീൽസ്, നോർമൽ സ്റ്റാൻഡേർഡ് അലോയ് വീൽസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഫോർജ്ഡ് വീൽസ് വരും, എം ഫോർജ്ഡ് വീൽസ്. അത് കഴിഞ്ഞിട്ട് എംപാക്ക് വീൽസ്. അപ്പോൾ ഈ പ്രോ മോഡലിൽ നമുക്ക് എംപാക്ക് പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സാധനം സ്റ്റാൻഡേർഡിൽ നമുക്ക് ചെയ്യാൻ കിട്ടില്ല. അപ്പൊ എനിക്കൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഇതിന്റെയൊക്കെ വില എങ്ങനെയാണ് വരുന്നത്? അതായത് ഈ ഒരു മോഡലിന് എത്ര രൂപയാണ് സന്ദീപേട്ടൻ ഓൺ റോഡ് പ്രൈസ് വന്നത്? ഓൺ റോഡ് എനിക്ക് അപ്രോക്സിമേറ്റ്ലി 27-67 അങ്ങനെയാണ്. എംപാക്കിന് എത്ര വരുന്നത്? എംപാക്ക് ഓൺ റോഡ് ആണെങ്കിൽ അത് മാക്സിമം 1 ലക്ഷം 1.5 ലക്ഷം കൂടുതൽ വരും. ഓക്കെ, ഞാൻ ജസ്റ്റ് BMW ഹയാബൂസ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് എടുക്കാൻ വേണ്ടി പോയായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞത് ഒരു അപ്രോക്സിമേറ്റ് 29 lakh സംതിങ് ആണ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, 29 or സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഇപ്പൊ എത്രയെന്നുള്ളത് അറിയത്തില്ല. അതിൽ പ്രോയിലും എംപാക്കിലും ഡിഫറൻസ് മാത്രം കാർബൺ പാർട്സ് ആണ്, വേറെ ഒരു ഡിഫറൻസ് ഇല്ല. കാരണം ഇതിൽ ഒരു ഇത് വരുന്നുണ്ട്, നമ്മുടെ സ്റ്റിയറിംഗ്, നമ്മുടെ സ്പ്രിംഗ് സസ്പെൻഷൻ സെൻസർ അത് ആക്സസറീസ് ആയിട്ടാണ് കിട്ടുന്നത് ഫോർ റേസിംഗ്. അത് എംപാക്കിലും കിട്ടണില്ല, ഇതിലും കിട്ടുന്നില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം. പക്ഷേ എംപാക്കിൽ ഒരു സാധനമുണ്ട്, ഈ പാർട്ടിന് വേണ്ടി അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എംകിറ്റിൽ കിട്ടും. പക്ഷെ നമുക്ക് കിട്ടില്ല. പറഞ്ഞാൽ ഇതൊക്കെ ഊരിയിട്ട് ഒരു സ്പോർട്സ് വേർഷൻ ആയിട്ട് നമുക്ക് ഇത് കവർ ആക്കിയിട്ട് ഫുൾ കൗളൊക്കെ ഇട്ട് ഒരു ആക്സസറീസിൽ സെറ്റാക്കി വെക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ വേറൊരു കേസ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെയൊക്കെ ഒരു മുൻകാലം, അതായത് BMW എന്ന് പറഞ്ഞ ബൈക്ക് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ നമ്മൾ കണ്ടേക്കുന്ന ഒരു സംഭവമുണ്ട്, അസിമെട്രിക് മോഡൽ. ഒരു രക്ഷയില്ലാത്ത ഡിസൈനുണ്ട്. ഇപ്പോഴും നമ്മൾ ആ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും നോക്കും. കാരണം ഇപ്പോഴും ആ വണ്ടി ഇതിൻ്റെ അടുത്ത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അറിയാവുന്നവരെല്ലാവരും അതിൻ്റെ അകത്തേക്ക് നോക്കുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ടെക്നോളജി മാറി, അതനുസരിച്ച് കാലം മാറി. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ BMW ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ മെയിൻ്റെനൻസ് ഗൈസ് നോക്കി സൂക്ഷിച്ചില്ലെങ്കിൽ കൈ പൊള്ളും, 8ന്റെ പണിയും കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് ഇങ്ങനത്തെ ഉള്ള ബൈക്കൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ നമുക്ക് ഭാവിയിൽ അത് കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനത്തെ ഇലക്ട്രോണിക്, അത് ഈ BMW മാത്രമല്ല, ഡുക്കാറ്റി അങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കാൻ നേരത്തെ, അതായത് കൂടുതൽ ഇലക്ട്രോണിക്കലി സിസ്റ്റമൈസ്ഡ് ചെയ്തേക്കുന്ന വണ്ടികളൊക്കെ നമ്മൾ അത് സൂക്ഷിച്ച് തന്നെ എടുക്കണം. അപ്പോൾ ഗൈസ്, ഇനി എനിക്കറിയാം എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഈ BMW 8000RR Proയുടെ സൗണ്ട്, അതായത് സൈലൻസർ സൗണ്ട്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എക്സോസ്റ്റ് നോട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ കീ ഒന്ന് ഓണാക്കുകയാണ്. വണ്ടിയുടെ കീ ഓണാക്കിയിട്ട് എല്ലാ വണ്ടിയിലും ഞാൻ പറയാറുള്ള പോലെ തന്നെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വണ്ടി ഓണാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ കാണാം. വണ്ടി സന്ദീപേട്ടനെ കൊണ്ട് തന്നെ ഒന്ന് ഓൺ ചെയ്യിക്കുക. ചേട്ടാ ഒന്ന് ഈ സൈലൻസർ ഒന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് കാണാനായിട്ട് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാമോ? ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഇത് കണ്ട, ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എക്സോസ്റ്റാണ് ഇതിന് വന്നേക്കുന്നത്. അതായത് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട് നല്ല രസമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റേസ് ചെയ്യാം. ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. അതായത് ഇത്ര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് നമ്മൾ കണ്ടിട്ടില്ല. BMW 8000RRന്റെ അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സിമ്പിളായിട്ടുള്ള, അതായത് കമ്പനി എക്സോസ്റ്റിൽ തന്നെ ഇത്ര സൗണ്ട് മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് BMW 8000RR Proന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ വണ്ടിയുടെ ഈ വേറൊരു 2 ഡ്രോബാക്കും കൂടി സന്ദീപേട്ടൻ ലാസ്റ്റ് എനിക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതെല്ലാ സൂപ്പർ ബൈക്കിലുള്ള പോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. പിന്നെ അതോടൊപ്പം തന്നെ പുള്ളിക്ക് BMWയുടെ ബ്രേക്കിങ്ങിന് പകരം ബ്രെംബോയുടെ ബ്രേക്കിംഗ് ഉണ്ടായാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ബിക്കോസ് ബ്രേക്കിംഗ് ഇപ്പോൾ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പക്ഷേ ബ്രെംബോ ആയിരുന്നു വെച്ചാൽ കുറച്ചും കൂടി കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടിയതെന്നാണ് പുള്ളി പറയുന്നത്. അതേപോലെ തന്നെ പുള്ളിക്ക് ഇന്ത്യയിലെ ഫസ്റ്റ് വണ്ടി രജിസ്റ്റർ ചെയ്തതാണ്. അതിന് പുള്ളി താങ്ക്സ് ടു നവനീത് മോട്ടോഴ്സ് ബോംബെ, അവരാണ് പുള്ളിക്ക് ഈ വണ്ടി കൊടുത്തത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ BMW S1000RRൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുള്ളത് കാരണം കൊണ്ടിട്ടാണ് ഇത്രയും ലെങ്ത് വന്നത്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ നിൽക്കുക. പിന്നെ ഇനി വെടിക്കെട്ട് വീഡിയോസുമായിട്ട് ഷെമോൻ വ്ളോഗ്സിൽ ഞാൻ എന്തായാലും വരും. അപ്പോൾ താങ്ക്സ് ടു സന്ദീപ് ചേട്ടൻ ഈ വണ്ടി കൊണ്ടുവന്നതിനൊക്കെ പുള്ളിക്ക് ഒരു ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുക. ഓക്കെ, അപ്പോൾ ബൈ.